നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മന്ത്രി കെ വി ഗണേഷ് കുമാറിന് ഇപ്പോൾ കാലം അത്ര നല്ലതല്ല. നേരത്തെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം നിരന്തരമായി സ്ത്രീ വിഷയത്തിൽ പെടുന്നതുകൊണ്ട് കെ വി ഗണേഷ് കുമാർ നിരന്തരം അടികൊള്ളാനുള്ള യോഗമുള്ള ആളാണ്. അതും ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് അടികൊള്ളുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ രണ്ടാം ഭാര്യയുടെ കയ്യിൽ നിന്നും അടിയും ചവിട്ടുമൊക്കെ കൊണ്ടിരിക്കുന്നു. ഡ്രൈവറിനെ കൊണ്ട് രണ്ടാം ഭാര്യയെ അടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ആദ്യഘട്ടത്തിൽ ഗണേഷ് കുമാറിന് അടികൊണ്ടത് എവിടെ നിന്നാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. കണ്ണൂർ സ്വദേശിനിയായ ഒരു സീരിയൽ താരത്തിന്റെ പ്രവാസിയായ ഭർത്താവിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ അടി കിട്ടിയത്. അതിനുശേഷം അത് ബിജു രാധാകൃഷ്ണനാണെന്ന് പലരും പറഞ്ഞു വരുത്താനൊക്കെ ശ്രമിച്ചു. പക്ഷെ അത് ബിജു രാധാകൃഷ്ണൻ അല്ല, പ്രവാസിയായ ഒരു വ്യവസായി, അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യവസായിയാണ് എന്ന് എനിക്ക് ഏകദേശം അറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഇപ്പോൾ ഗണേഷ് കുമാറിന് NSSൽ നിന്നും വലിയ തിരിച്ചടി നേരിടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NSSന്റെ അടുപ്പക്കാരനായി, സുകുമാരൻ നായരുടെ ഏറ്റവും അടുപ്പമുള്ള ആളായി കഴിഞ്ഞ കുറെ നാളുകളായി കെ ബി ഗണേഷ് കുമാർ ഇങ്ങനെ നിറഞ്ഞാടുകയാണ്. കെ ബി ഗണേഷ് കുമാറാണ് ഒരുപക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായി സുകുമാരൻ നായരെ CPM-മായി അടുപ്പിക്കുന്ന ഒരു കണ്ണി എന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും പത്തനാപുരത്ത് നിന്ന് തന്നെ, അതായത് ഗണേഷ് കുമാറിന്റെ തട്ടകമായ പത്തനാപുരത്ത് നിന്ന് തന്നെ ഗണേഷ് കുമാറിനെതിരെ പരാതികൾ ഉയരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിനെതിരെയുള്ള പരാതികൾ NSS ഡയറക്ടർ ബോർഡിൽ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും വാർത്തകൾ വരുന്നു. കെ ബി ഗണേഷ് കുമാറിന്റെ സ്ത്രീ വിഷയം മാത്രമല്ല, ഏകാധിപത്യ പ്രവണതകളാണ് ഇത്തരത്തിലുള്ള പരാതിക്ക് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിനെ നമുക്കറിയാം, ഒരു മാടമ്പി സ്റ്റൈലിൽ സംസാരിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് അത്തരം മാടമ്പി സ്റ്റൈലിൽ സുരേഷ് ഗോപി സംസാരിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ എങ്ങനെ കൈകാര്യം ചെയ്തേനെന്ന് നമുക്കറിയാവുന്നതാണ്. സുരേഷ് ഗോപി വളരെ ലൈറ്റായി എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിനെ വലിയ രീതിയിൽ വിവാദമാക്കുന്ന മാധ്യമങ്ങൾ ഗണേഷ് കുമാറിന്റെ സ്വഭാവത്തിനും നടപ്പിൽ പോലും ഉണ്ട് ആ ഏകാധിപത്യ പ്രവണതയെന്ന് ഗണേഷ് കുമാറിന്റെ ശരീരഭാഷ പോലും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഗണേഷ് കുമാർ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ മാറി മാറി നടന്നിട്ടും അന്നൊന്നും ആരും ഗണേഷ് കുമാറിനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ല. പക്ഷെ ഗണേഷ് കുമാർ തന്നെയാണ് ഗണേഷ് കുമാറിന്റെ അന്തകനായി എല്ലാ തവണയും മാറുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും മന്ത്രി പദവി പോയതിന് കാരണം ഗണേഷ് കുമാറിന്റെ സ്ത്രീ വിഷയങ്ങളായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞ അടുത്തിടെയാണ് ഉമ്മൻചാണ്ടിയാണ് തന്റെ ജീവിതം തകർത്തെന്ന തരത്തിൽ ഒരു വലിയ പ്രസ്താവനയൊക്കെ നടത്തി. അന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടിയല്ല കെ ബി ഗണേഷ് കുമാറിന്റെ ജീവിതം തകർത്തത്, കെ ബി ഗണേഷ് കുമാറിന്റെ പരസ്ത്രീ ബന്ധമാണ് എന്ന്. ആദ്യഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ, ആദ്യത്തെ കുട്ടി ഉണ്ടായ ഉടൻ തന്നെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം വരുന്നതിനെ തുടർന്ന് യാമിനി തങ്കച്ചി പിണങ്ങിപ്പോവുകയും അവസാനം ജസ്റ്റിസ് D ശ്രീദേവി ഇടപെട്ടാണ് ഈ വിഷയങ്ങൾ പരിഹരിച്ച് യാമിനിയെ ഗണേഷ് കുമാർ മന്ത്രിയായ സമയത്ത് തിരികെ കൊണ്ടുവന്നത്. എന്നാൽ ആ മന്ത്രിപദം, രണ്ടാം ഘട്ടം മന്ത്രിപദം തീരുന്നതിന് മുമ്പ് തന്നെ കെ ബി ഗണേഷ് കുമാർ വീണ്ടും സ്ത്രീ വിഷയത്തിൽ പെടുന്നു. അന്ന് ഗണേഷ് കുമാറിന്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്ന് ഓർക്കണം. 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്താണ് കേരളം മുഴുവൻ അറിയുന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായത്. PC ജോർജാണ് അത് നിയമസഭയിൽ ഉന്നയിച്ചത്. ഏതായാലും വിഷയം ആളിക്കത്തി കെ ബി ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ പിന്നെ CPM-ന്റെ ഭാഗത്തായതുകൊണ്ട് രാജിവെക്കേണ്ട ആവശ്യമില്ല. എന്തു വന്നാലും അവർ ക്യാപ്സൂൾ നിരത്തി അങ്ങ് പ്രതിരോധിക്കാൻ ശ്രമിക്കും. പിന്നെ രാജിവെക്കണമെങ്കിൽ CPM തന്നെ ഉണ്ടാവില്ല. കാരണം പെണ്ണ് പിടിക്കാത്തതോ പെൺവിഷയത്തിൽ ആരോപണ വിധേയരല്ലാത്തവരോ CPM-കാരായിരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന തരത്തിലാണ് CPM-ന്റെ ഇപ്പോഴത്തെ നിലവിലെ പോക്ക്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വലിയ ആശങ്കയൊന്നും വേണ്ട, രാജിവെക്കേണ്ട സാഹചര്യമില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പത്തനാപുരത്ത് പച്ച തൊടാൻ സാധ്യതയില്ല എന്ന മട്ടിലുള്ള ചില കാര്യങ്ങൾ നേരത്തെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിരന്തരം സുരേഷ് ഗോപി ആക്രമിച്ച് കയ്യടി നേടാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. NSSും ഗണേഷ് കുമാറിനെ കൈവിടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NSS മാത്രമല്ല, ഭാര്യയുമായി ഉടൻ തന്നെ വിവാഹമോചനത്തിലുള്ള ഹർജിയിലേക്ക് നീങ്ങുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബിന്ദു ഏറെ നാളായി പിരിഞ്ഞാണ് താമസമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത കാലത്ത് കീഴൂട്ട് വീട്ടിൽ വന്നപ്പോഴാണ് ചില അവിഹിതങ്ങൾ നേരിൽ കാണുകയും അത് വിഷ്വലായി ശേഖരിക്കുകയും ചെയ്തിരുന്നു. ആ ശേഖരിച്ച വിഷ്വലുകളാണ് ഇപ്പോൾ പ്രശ്നം വഷളാകാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ വിഷ്വലുകളും മൊബൈലും പിടിച്ചെടുക്കാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാറിന്റെ ഡ്രൈവറാണ് ഇപ്പോൾ ബിന്ദുവിനെ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ തന്നെയാണ് ഈ വിഷയങ്ങൾ പൊതുജന സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവർ പോലീസിൽ അറിയിച്ചിരുന്നു, എന്നാൽ പോലീസ് പരാതി എടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാമിനി തങ്കച്ചിയുടെ കാര്യത്തിലും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ യാമിനി തങ്കച്ചി വളരെ കൃത്യമായി വാർത്താ സമ്മേളനം നടത്തി. യാമിനി തങ്കച്ചി കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നു. കോടതിയിൽ കേസ് നേരിട്ടതോടുകൂടി കെ ബി ഗണേഷ് കുമാറിന് മറുപടിയില്ലാതെ വന്നു. അതൊക്കെ ഒന്ന് തേഞ്ഞു മാഞ്ഞു പോയി. വീണ്ടും ഒരു വിവാഹം കഴിച്ച് സെറ്റിൽഡായി ജീവിക്കുന്നു എന്ന ഘട്ടത്തിലാണ് കെ ബി ഗണേഷ് കുമാർ വീണ്ടും തന്നെ സദാചാര പ്രസംഗവുമായി രംഗത്ത് വന്നത്. ഏതായാലും കെ ബി ഗണേഷ് കുമാറിന്റെ ആ കപടമുഖം വീണ്ടും വെളിവാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കൂട്ടത്തിൽ NSSന്റെ കയ്യിൽ നിന്നും ചവിട്ട് കിട്ടാനും ഒരുങ്ങുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും.